ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 7/7/2026 ഇന്ന് ജൂനിയർ അസിസ്റ്റന്റ് ട്രാഫിക് സൂപ്രണ്ടിന്റെ പരീക്ഷ 2 ബാച്ചായിട്ടാണ് രാവിലെ പരീക്ഷ നടന്നത് അല്ലെ. ആദ്യത്തെ ബാച്ച് 8 AM to 11 AM വരെയും രണ്ടാമത്തെ ബാച്ച് 10:45 AM to 1:45 PM വരെയായിരുന്നു പരീക്ഷ. ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ പരീക്ഷ പൊതുവെ നല്ല മീഡിയം ലെവലിലുള്ള ഒരു പരീക്ഷയായിട്ട് വേണം ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാൻ. കാരണം പൊതുവെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്തുനിന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ആവർത്തിച്ച് വന്നുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾ, അതായത് സ്ഥിരമായിട്ട് PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പരീക്ഷ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്തു നിന്നുള്ള മാർക്കുകളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു വന്നിട്ടുള്ളത്. പല ഉദ്യോഗാർത്ഥികളും കണക്കിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, കണക്കിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കിന്റെ ചോദ്യവും മലയാളത്തിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കണക്കിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളെ പൊതുവെ കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും അവസാന ഭാഗത്തേക്ക് കണക്ക് ആ വിഷയം എഴുതാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിരുന്ന സമയത്ത് പോലും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. കാരണം കൺഫ്യൂഷനുകൾ പല സാഹചര്യത്തിലും ഉണ്ടായി എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ജനറൽ നോളജിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ മൊത്തത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലായിട്ടുള്ള പരീക്ഷയായിട്ട് വേണം ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ജൂനിയർ അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് 3311 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. എന്നാൽ ട്രാഫിക് സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് 678 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. എന്നാൽ ഈ ജൂനിയർ അസിസ്റ്റന്റ് ഭാഗത്ത് നിന്നുള്ള വേക്കൻസിയെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലെ 4 വേക്കൻസിയോളം PSCയുടെ സൈറ്റിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ സമയത്ത് ഒരു വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 4 വേക്കൻസി PSCയുടെ സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് സൂപ്രണ്ടിന്റെ ആണെങ്കിൽ ഒരു വേക്കൻസിയാണ് നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ ഈ പരീക്ഷയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 22,200 48,000 ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പരമാവധി 3 വർഷമാണ്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും ഇതിന്റെ ഒഴിവുകളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. അപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ പരമാവധി കാലാവധി 3 വർഷമായതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ഒഴിവുകളെല്ലാം തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ ഇനിയും വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുമ്പോട്ട് പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ടാകാൻ വരാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പരീക്ഷയെ സംബന്ധിച്ച് ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഒരു 60 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. പൊതുവെ പരീക്ഷ ഒരു മീഡിയം ലെവലിൽ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ സാധിച്ചു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തി പലർക്കും ലഭിച്ച മാർക്കുകൾ എന്നോട് പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു 60 മാർക്കിന് മുകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സ്ഥിതിഗതി അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റുകളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റിന് അധികം നീണ്ടുപോകാതെ തന്നെ ഏകദേശം ഒരു 120 ദിവസങ്ങളിലൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മുൻകൂട്ടി തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ തങ്ങൾ വാങ്ങാനുള്ളതൊക്കെ കൃത്യമായിട്ട് വാങ്ങി വയ്ക്കേണ്ടതാണ്. അതുപോലൊപ്പം തന്നെ PSC ആവശ്യപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.